പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് വൈറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷനിലേക്ക് ദി ഫീൻഡ് എന്ന ക്യാരക്ടർ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡെമിൻ പ്രീസ്റ്റ് സെത്ത് റോളിൻസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ സെത്ത് റോളിൻസിൻ്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് വൈറ്റ് 6 എന്ന ഫാക്ഷനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുള്ളത് ദി ഫീൻഡ് എന്ന ക്യാരക്ടറിനെ കൊണ്ടുവരുമോ, ദി ഫീൻഡ് എന്ന ക്യാരക്ടറിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ക്യാരക്ടർ ആരായിരിക്കും ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബ്രേവൈറ്റ് ആയിരുന്നു ദി ഫീൻഡ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദി ഫീൻഡ് എന്ന ക്യാരക്ടർ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത്രയും മാസ് പരിവേഷം കൊടുത്ത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അൾട്ടർ ഈഗോ ക്യാരക്ടർ ആയിരുന്നു ദി ഫീൻഡ് എന്ന് പറയുന്നത്. ബ്രേവൈറ്റിൻ്റെ മരണശേഷം ദി ഫീൻഡ് എന്ന ക്യാരക്ടർ ഇനി WWE ഉണ്ടായിരിക്കില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. എന്നാൽ ബ്രേവൈറ്റിൻ്റെ സഹോദരനായ ബോ ഡാലസ് ബ്രേവൈറ്റ് തുടങ്ങി വെച്ച ആ ഒരു സ്റ്റോറി ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൂടെ ദി ഫീൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ദി ഫീൻഡ് ക്യാരക്ടറിനെ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഭാവിയിൽ ദി ഫീൻഡിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യം വന്നാൽ ബോ ഡാലസ് ചിലപ്പോൾ ആ ഫീൻഡ് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തുകൊണ്ട്, അതായത് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ ഫീൻഡിനെ അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിൽ ബോ ഡാലസ് ആണ് അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒപ്പം ദി ഫീൻഡ് എന്ന ക്യാരക്ടറിനെയും കൂടി ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആക്കി സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതും ചെയ്തേക്കാം എന്നുള്ളൊരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ മറ്റൊരു റെസ്ലറിനെ ദി ഫീൻഡായിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി അവതരിപ്പിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബ്രേവൈറ്റ് തുടങ്ങി വെച്ച സ്റ്റോറി അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബോ ഡാലസ് വൈറ്റ് 6 എന്ന ഫാക്ഷനിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡിൽ ഈ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസ് വീണ്ടും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുമോ എന്നുള്ള സംശയത്തെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സെത്ത് റോളിൻസിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേണും സെത്ത് റോളിൻസ് മുൻപ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റ് കയറി വരികയും ഇവർ തമ്മിലുള്ള സംസാരത്തിന് ഇടയിൽ ചെറിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ഡെമിൻ പ്രീസ്റ്റ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സെത്ത് റോളിൻസിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ആ അവസരം കൊടുക്കുകയും ചെയ്തു. അത് സെത്ത് റോളിൻസ് ആണെങ്കിൽ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മത്സരം ഔദ്യോഗികമായി WWE കൺഫേം ചെയ്യുകയും ചെയ്തു. ഡെമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാഷ് അറ്റ് ദി കാസിലിൽ ഡ്രൂ മാക്കിൻഡയർ എന്ന ശക്തനായ എതിരാളിയെ CM Punkന്റെ ഒരു സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതാ മണി ഇൻ ദ ബാങ്കിൽ സെത്ത് റോളിൻസ് എന്ന മറ്റൊരു ശക്തനായിട്ടുള്ള എതിരാളിയാണ് നിൽക്കുന്നത്. ഇനി സെത്തിനെതിരെ ഡെമിൻ പ്രീസ്റ്റിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചാൽ പോലും ഗുന്തർ എന്ന മറ്റൊരു ടൈറ്റിൽ കണ്ടൻഡർ സമ്മർ സ്ലാമിൽ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തരായിട്ടുള്ള എതിരാളികളായ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ ഡെമിൻ പ്രീസ്റ്റിനെ കാത്തു നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൻ്റെ ഒരു പ്രൊഡിക്ഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്ത് റോളിൻസിന് ഒരു 50% ഈ ഒരു വിജയസാധ്യത ഉണ്ടെന്ന് പറയാം. അതിനേക്കാൾ കുറവാണ് ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മണി ഇൻ ദ ബാങ്കിലെ മെൻസ് ബ്രീഫ് കേഴ്സ് വിജയിക്കുന്ന റെസ്ലർ ക്യാഷ് ഇൻ ചെയ്തുകൊണ്ട് പുതിയ ചാമ്പ്യൻ ആകാനാണ്. പക്ഷേ ഇത് എങ്ങനെ നടക്കും എന്നുള്ളത് ഗുന്തറിൻ്റെ ഒരു സ്റ്റോറി നമ്മൾക്ക് നോക്കിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം സെത്താണോ ഗുന്തറിനെതിരെ സമ്മർ സ്ലാമിൽ കളിക്കാൻ പോകുന്നത്, അതോ ഡെമിൻ പ്രീസ്റ്റ് ആണോ, അതല്ല ഗുന്തർ മറ്റൊരു റെസ്ലറിനെതിരെയുള്ള ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണോ? അതായത് ഇപ്പോൾ ഗുന്തർ സെത്തിനെയോ ഡെമിൻ പ്രീസ്റ്റിനെയോ ഫോക്കസ് ചെയ്യാതെ മറ്റൊരു റെസ്ലറിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്ലർ മണി ഇൻ ദ ബാങ്ക് വിജയിക്കാനും പിന്നീട് സെത്ത് വേഴ്സസ് പ്രീസ്റ്റ് തമ്മിലുള്ള മത്സരത്തിൽ ആ റെസ്ലർ ക്യാഷ് ഇൻ ചെയ്യാനും അങ്ങനെ അദ്ദേഹം വേൾഡ് ചാമ്പ്യനായി പിന്നെ സമ്മർ സ്ലാമിൽ ഗുന്തറിനെതിരെയുള്ള ഒരു ടൈറ്റിൽ മത്സരം അങ്ങനെ വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഗുന്തറിന് നിലവിൽ കൊടുക്കുന്ന ഒരു സ്റ്റോറി അനുസരിച്ചിരിക്കും സെത്ത് വിജയിക്കുമോ വിജയിക്കില്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും മണി ഇൻ ദ ബാങ്കിലെ നിലവിലെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് സെത്ത് റോളിൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഡെമിൻ പ്രീസ്റ്റിൻ്റെ കാലിന് ചെറിയ രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് ഡെമിൻ പ്രീസ്റ്റിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ള ചെറിയ അപ്ഡേറ്റ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.